ന്യൂസിലൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മറ്റേ സൂറത്താണ് കേട്ടോ. ഞങ്ങൾ ലീവിന് വന്നതാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ക്ഷേത്രമൊക്കെ സന്ദർശിക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഹരിപ്പാട് ക്ഷേത്രത്തിൽ പോയി, മണ്ണാറശാല പോയി, അത് കഴിഞ്ഞ് പന്തളം കൊട്ടാരം, പന്തളം ക്ഷേത്രമെന്ന് ക്ഷേത്രത്തിലൊന്ന് തൊഴാമെന്ന് വെച്ചു. വന്നപ്പോൾ ക്ഷേത്രം നട അടച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ എല്ലാം വീഡിയോ ഒന്ന് എടുത്തു കേട്ടോ. അമ്പലത്തിനോട് തൊട്ട് നദി ഒഴുകുന്നുണ്ട്. തടയണ കെട്ടിയിട്ട് വെള്ളം ഇത് കണ്ടില്ലേ, നല്ല ഫോഴ്സിലാണ് വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അയ്യപ്പന്മാർക്ക് കുളിക്കാനായിട്ട് നെറ്റൊക്കെ കെട്ടിയിട്ട് അപ്പം വലിയ അപകടമൊന്നും ഉണ്ടാകാതെ അയ്യപ്പന്മാർക്ക് മുന്നിൽ കുളിക്കാനുള്ള സൗകര്യം ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. നദിയത് നല്ല രസമാണ് അത് കാണാൻ. മണ്ഡലകാലമായതുകൊണ്ട് ധാരാളം അയ്യപ്പന്മാർ ഇവിടെ വന്ന് തൊഴുതിട്ടാണ്. കൊട്ടാരവും ഉണ്ട്, ഒരുമതിക്കും ശബരിമലയൊക്കെ പോയി. ഈ നദിയുടെ അക്കരെ അവിടെയും കൊട്ടാരമുണ്ട്. ഭഗവാന് ഓടിക്കളിച്ച് നടന്ന കൊട്ടാരം, അതിൻ്റെ വീഡിയോയുടെ കുറേ ഭാഗമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അവിടേക്ക് പോകണമെങ്കിൽ നമ്മൾ ഈ ഒരു പാലത്തിൽ കൂടെ പോകണം. കണ്ടില്ലേ, ഇത് തൂക്കുപാലം എന്ന് പറയും, അല്ലെങ്കിൽ പിന്നെ ഹാങ്ങിങ് ബ്രിഡ്ജ്. ഇത് കയറിയിട്ട് വേണം നമ്മൾ അക്കരെ കടക്കാനായിട്ട്. ഇത് കൊട്ടാരത്തിൻ്റെ ഭാഗമാണ് കേട്ടോ. ഇത് നൂറ്റാണ്ടുകൾക്ക് മുന്നിൽ ഭഗവാൻ ഓടിക്കളിച്ച് നടന്ന കൊട്ടാരത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അന്ന് കുളിക്കാൻ ഇറങ്ങിയിരുന്ന കുളമാണ്. അതിപ്പം വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നില്ല. ഇപ്പം എടുത്ത് കാണിക്കാം കേട്ടോ. അടുക്കളയിൽ നിന്ന് തന്നെ വെള്ളം കോരാനുള്ള കിണർ, ഇപ്പം കുറേ ഭാഗമൊക്കെ കാട് പിടിച്ചൊക്കെ കിടക്കുവാണ്. ഇതുണ്ടോ, കൊട്ടാരത്തിൽ നിന്ന് തന്നെ ഈ കുളത്തിലേക്ക് ഇറങ്ങി കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. നല്ല ആഴമുള്ള കുളമാണ്. പണ്ടത്തെ ആട്ടുകല്ല്, അതുപോലെ തന്നെ അടുക്കളയിൽ നിന്ന് തന്നെ കപ്പിയൊക്കെ ഇട്ടിട്ട് വെള്ളം കോരുന്ന ആ ഒരു സംവിധാനം പണ്ടത്തെ രാജകൊട്ടാരത്തിലൊക്കെ ഉള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. കുറേ കൊട്ടാരങ്ങളുണ്ട്. ഞങ്ങൾ കുറേ ഭാഗങ്ങളൊക്കെ എടുത്തു. ഇതൊന്നും തുറന്നിട്ടൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. ഇപ്പം ഈ കുളമൊക്കെ കെട്ടിമറച്ച് മതിൽ കെട്ടി ഇട്ടേക്കാണ്. അവിടെ ആ ഒരു കൊട്ടാരത്തിൽ ആ കുളം മാത്രമേ നമുക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ. മറ്റേ ഒന്നും ഓപ്പണിംഗ് ഒന്നുമില്ല, ഓപ്പൺ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ പോയി അവിടെ കാണുക, വീഡിയോ എടുത്തു, ഞങ്ങളിത് പോകുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ഓക്കെ, താങ്ക് യു.